Welcome back to Bosco Campus Vision. This is the 13th lecture of Computer Application for Publications topic Inserting Pictures. How can we insert pictures on slide? First of all, click on the slide in which you want to insert the picture. Then select the Insert tab. Click the Picture command in the Images group. The Insert Picture dialog box appears. Inserting a picture from a file. Then select the desired image file. Then click Insert, selecting an image file. The picture will appear in your slide. Insert picture result. അതായത് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്ലൈഡിലാണോ നമ്മൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സ്ലൈഡ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം റിബൺ ടാബിൻ്റെ അകത്ത് പോയി ഇൻസേർട്ട് എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്തു. പിക്ചർ കമാൻഡ്സിൽ നിന്നും ഇമേജസ് ഗ്രൂപ്പ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിക്ക് ദ പിക്ചർ കമാൻഡ് ഇൻ ദ ഇമേജസ് ഗ്രൂപ്പ്. ഇമേജസ് ഗ്രൂപ്പിൽ നിന്നും പിക്ചർ എന്ന് പറഞ്ഞ കമാൻഡ് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആവും. അതിൻ്റെ അകത്ത് നിന്ന് ഇമേജ് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അതായത് ഏത് പിക്ചറാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഫയലിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഏത് ഇമേജ് ആണോ എന്ന് സെലക്ട് ചെയ്ത ശേഷം താഴെ ഒരു ഓപ്ഷനുണ്ട് ഇൻസേർട്ട് എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈഡിൽ എന്താവും, ഇൻസേർട്ട് ആവും. അങ്ങനെയാണ് പിക്ചർ നമ്മുടെ സ്ലൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇമേജ് നോക്കിയാൽ ഏറ്റവും മുകളിൽ പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതായത് റിബൺ ടാബിൻ്റെ അകത്ത്, അതായത് ഹോം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോം ഓപ്ഷൻ കഴിഞ്ഞ ശേഷം അതിൻ്റെ അപ്പുറത്താണ് ഇൻസേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ പിക്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് തൊട്ട് താഴെ കണ്ടോ പിക്ചർ ലൈബ്രറി എന്നും പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ അകത്ത് ഏത് പിക്ചറാണോ നമുക്ക് വേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്ത ശേഷം താഴെ ഇൻസേർട്ട് ബട്ടൺ, ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ എവിടെ ആവും, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്ലൈഡിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ആവും. So in PowerPoint presentation you can add pictures, clips, items and charts to give the presentation a better and attractive look. Pictures are the graphical images with a file format .gif or .jpg or .png. As pictures represent an idea in a better way, you can insert pictures to make the presentation more effective. Next one is inserting action buttons. Action buttons can be inserted in a slide which will perform a predefined action when you click the button. You can decide what kind of action it should perform while you click this button. For example, you can either hyperlink your button or run a program or run a macro by clicking the action button. In order to insert an action button in a slide, perform the following steps. First of all, you have to open the slide in which you want to insert the action button. Then click the Insert tab on the ribbon. Click the Shapes command in the Illustrations group. A drop-down menu will appear with the action buttons located at the bottom. The action buttons insert ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഷേപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു അപ്പിയർ ആവും. ഏറ്റവും താഴെ ഒരു ബോട്ടത്തിൽ ആക്ഷൻ ബട്ടൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഏറ്റവും താഴെ അരോ മാർക്ക് കാണിച്ചേക്കുന്നത് കണ്ടോ, ആക്ഷൻ ബട്ടൺസ് എന്ന്. അതിൽ ഏത് ആക്ഷൻ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. Then select the desired action button. Insert the button onto the slide by clicking the desired location. The action setting dialog box will appear. Select the mouse click or mouse over tab. Selecting the mouse click tab means the action button will perform its action only when clicked. Or selecting the mouse over tab will make the action button perform the action when you move the mouse over it. ഡിസൈഡ് ലൊക്കേഷനിലോട്ട് നമ്മുടെ ആക്ഷൻ ബട്ടൺ നമ്മൾ പ്ലേസ് ചെയ്തു. അതിൻ്റെ അകത്ത് ആക്ഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് ഉണ്ട്. രണ്ട് ഓപ്ഷനുണ്ട്, മൗസ് ക്ലിക്കും മൗസ് ഓവറും ഉണ്ട്. മൗസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാമോ?
ദ ആക്ഷൻ ബട്ടൺ വിൽ പെർഫോം ഇറ്റ്സ് ആക്ഷൻ ഓൺലി വെൻ ക്ലിക്ക്ഡ്. എപ്പോഴാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അപ്പം മാത്രമേ ആക്ഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. എന്നാൽ മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ബട്ടൺ പെർഫോം ഇറ്റ്സ് ആക്ഷൻ വെൻ യു മൂവ് ദ മൗസ് ഓവർ ഇറ്റ്. അതായത് ആ ആക്ഷൻ ബട്ടൺ പെർഫോം ആവുന്നത് എപ്പോഴായിരിക്കും എന്നറിയാമോ? ആ മൗസ് ആ സെറ്റിങ്സിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ആക്ഷൻ പെർഫോം ആവും. അങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം, മൗസ് ക്ലിക്ക് എന്നും മൗസ് ഓവർ എന്നും. അപ്പം മൗസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ എപ്പോഴാണോ നമ്മൾ മൗസ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പം മാത്രം ആക്ഷൻ പെർഫോം ആവും. അല്ല, മൗസ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പാസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും, ആക്ഷൻ പെർഫോം ആവും. ഈ 2 ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ആണ്ട് ഈ ഇമേജ് കാണിച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനകത്ത് ആക്ഷൻ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഉള്ളതാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, മൗസ് ക്ലിക്കും മൗസ് ഓവറും ഉണ്ട്. മൗസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എപ്പോഴാണോ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പം മാത്രം ആക്ഷൻ പെർഫോം ആവും. മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ മൗസ് എപ്പോഴാണോ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പാസ് ചെയ്യുന്നത് അപ്പം മാത്രം എന്ത് ചെയ്യുന്നു, ആക്ഷൻ പെർഫോം ആവുന്നു. ഇൻ ദ ആക്ഷൻ ഓൺ ക്ലിക്ക് സെലക്ഷൻ, സെലക്ട് ഹൈപ്പർലിങ്ക് ടു, then click the drop down arrow and choose an option from the menu. and തൊട്ട് താഴെയായിട്ട് ആക്ഷൻ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഹൈപ്പർ ലിങ്ക് ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. എന്തായിരിക്കും, അവിടെ കുറേ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അവിടെ വരും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എവിടെയാണോ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെക്ക് ദ പ്ലേ സൗണ്ട് ബോക്സ് ഇഫ് യു വാണ്ട് എ സൗണ്ട് ടു പ്ലേ വെൻ ദ ആക്ഷൻ ബട്ടൺ ഈസ് ക്ലിക്ക്ഡ്. സെലക്ട് എ സൗണ്ട് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു ഓർ സെലക്ട് അതർ സൗണ്ട് ടു യൂസ് എ സൗണ്ട് ഫയൽ ഓൺ യുവർ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ ഈ ആക്ഷൻ ബട്ടൺ സെലക്ട് ചെയ്തു, സെറ്റിങ്സ് എല്ലാം ചെയ്ത ശേഷം ഏറ്റവും താഴെയായിട്ട് ശ്രദ്ധിച്ച് പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. പ്ലേ സൗണ്ട് അതായത് നമ്മൾ ഈ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഒന്നുകിൽ എന്തായിരിക്കും, വേറൊരു സ്ലൈഡിലോട്ട് പോകാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലോട്ട് പോകാനോ അല്ലെങ്കിൽ ലാസ്റ്റ് പേജിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പേജിലോട്ട്, അതായത് ആ സ്ലൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന സൗണ്ട്സ് വേണമെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല, വേറെ സൗണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഫയലിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്തായിരിക്കും, സൗണ്ട് അവിടെ ഇൻസേർട്ട് ആവും. ഇപ്പോൾ ഇത്രയും പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ അകത്ത് ആക്ഷൻ ബട്ടൺ കൊണ്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഓപ്ഷൻസുകളാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ആ ആക്ഷൻ ബട്ടൻ്റെ അകത്ത് പ്രസ് ചെയ്യുമ്പം സൗണ്ട് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ലൈഡിലോട്ട് പോകാനുള്ള സൗണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണ് പറഞ്ഞത്, മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണോ അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യുമ്പോൾ വേണോ ആക്ഷൻ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ടു ടെസ്റ്റ് ആൻ ആക്ഷൻ ബട്ടൺ, ഒരു ആക്ഷൻ ബട്ടൺ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റ് ക്ലിക്ക് ദ സ്ലൈഡ് ഷോ ടാബ്, ദെൻ ഇൻ ദ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പ് ക്ലിക്ക് ഫ്രം കറൻറ്റ് സ്ലൈഡ്, ക്ലിക്ക് യുവർ ആക്ഷൻ ബട്ടൺ. After you have tested it, right click anywhere on the screen and select Ensure. ആക്ഷൻ ബട്ടൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പിൽ നിന്നും ഫ്രം കറൻറ്റ് സ്ലൈഡ്, അതായത് എവിടെ നിന്നാണ് ആ സ്ലൈഡ് ഷോ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആക്ഷൻ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ആഫ്റ്റർ യു ഹാവ് ടെസ്റ്റഡ്, റൈറ്റ് ക്ലിക്ക് എനിവെയർ ഓൺ ദ സ്ക്രീൻ, അതായത് അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഏതെങ്കിലും സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എൻഷോ കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, അതിൽ നിന്ന് നമ്മൾ ലീവ് ആവും. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ക്യാൻ വി ഇൻസേർട്ട് പിക്ചേഴ്സ് ഇൻ പവർ പോയിൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ടു ഇൻസേർട്ട് ആക്ഷൻ ബട്ടൺസ് ഇൻ സ്ലൈഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how can we insert pictures in PowerPoint? Second question, how to insert action buttons in slides. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ നോക്കിയത് പവർ പോയിൻറ്റിൽ എങ്ങനെയാണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ആക്ഷൻ ബട്ടൺസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളതുമാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.